പെരുന്നാൾ ദിനത്തിൽ ഗസയിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 125 പേർ കൊല്ലപ്പെട്ടുവെന്ന ദുഃഖകരമായ വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഹമാസ് തലവൻ്റെ 3 മക്കളും കൊച്ചുമക്കളും കൊല്ലപ്പെട്ടുവെന്ന വാർത്തയുണ്ട്. ഇസ്രയേൽ പ്രധാനമന്ത്രി തെറ്റുകളിൽ ചെന്ന് ചാടുന്നുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറയുന്നു. ഏറ്റവും സങ്കടകരമായ ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ പി ജെയിംസ് നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് പി ജെയിംസ്. ഗുഡ് മോർണിംഗ് എസ് കെ. യഥാർത്ഥത്തിൽ ഈ പെരുന്നാളും ഒന്നും ഇവർക്ക് പ്രശ്നമേ അല്ല അല്ലേ? പറയൂ വിവരങ്ങൾ. എസ് കെ, ഇസ്രായേൽ അതിൻ്റെ ക്രൂരതകൾ പെരുന്നാൾ ദിനത്തിലും കാണിച്ചു. പെരുന്നാൾ ദിനത്തിൽ ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 125 പേർ കൂടി കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് വരുന്നത്. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ എസ് കെ മരണസംഖ്യ അല്ലെങ്കിൽ കൊല്ലപ്പെട്ടവരുടെ സംഖ്യ 33,500 കടന്നിരിക്കുന്നു. ഇത്രയും വലിയ അതിൽ 24,000-ഓളം പേർ സാധാരണക്കാരാണ്. അപ്പോൾ സ്ത്രീകളും കുട്ടികളും കുട്ടികളുടെ ഇത് തന്നെ 14,000-ൽ കൂടുതൽ കുട്ടികൾ കൊല്ലപ്പെട്ടു എന്ന വാർത്ത കൂടിയാണ് വരുന്നത്. സ്വാഭാവികമായിട്ട് ഇത് വല്ലാത്ത രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് പെരുന്നാൾ ദിനത്തിൽ പോലും. പെരുന്നാൾ ദിനത്തിൽ സാധാരണ ഈദുൽ ഫിത്തർ ആഘോഷിക്കുന്നത് നല്ല പുതിയ വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുത്ത് കളിക്കോപ്പുകളൊക്കെ ആയിട്ടാണ്. കുട്ടികൾക്ക് വലിയ രീതിയിലാണ് ഗൾഫ് രാജ്യങ്ങളിൽ അതുപോലെ തന്നെ പശ്ചിമേഷ്യയിലൊക്കെ ഈദുൽ ഫിത്തർ ആഘോഷിക്കുന്നത്. പക്ഷേ യുദ്ധത്തിന് ബോംബുകൾ വന്ന് വീഴുന്നതിൽ നിന്ന് ജീവൻ രക്ഷിക്കാൻ ഓടുകയായിരുന്നു പാവപ്പെട്ട മനുഷ്യർ. അവർക്ക് പെരുന്നാൾ ആഘോഷിക്കാൻ അവസരം കിട്ടിയില്ലെന്ന് മാത്രമല്ല, ദുരിതത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും പട്ടിണിയുടെയും നടുവിൽ പെരുന്നാൾ ആഘോഷിക്കേണ്ടി വന്ന വളരെ സങ്കടകരമായ വാർത്ത തന്നെയാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്യാനുള്ളത്. അതിനിടയിൽ ഹമാസിൻ്റെ തലവൻ ഇസ്മായിൽ ഹനിയുടെ 3 മക്കൾ, അവർ മിലിറ്ററി ഓപ്പറേഷന് ഗസയിൽ നിന്ന് നേതൃത്വം നൽകുന്നവരായിരുന്നു. ഇസ്മായിൽ ഹനി എന്ന ഹമാസിൻ്റെ തലവൻ അദ്ദേഹം ഖത്തറിൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം ഇവിടെ നിന്ന് ഗസയിലില്ല. നേരത്തെ ഗസയിൽ ഉണ്ടായിരുന്നു. തുരങ്കങ്ങളിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടു എന്ന് വാർത്ത വന്നിരുന്നു. എന്തായാലും ഈ 3 പേരും അവിടുത്തെ ദുരിതാശ്വാസ ക്യാമ്പ്, അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത്. 3 മക്കൾ മാത്രമല്ല, 3 കൊച്ചുമക്കളും കൊല്ലപ്പെട്ടു. അവരുടെ ചുറ്റും നിന്ന് അമ്മമാരൊക്കെ കരയുന്നതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച് ഇസ്മായിൽ ഹനി തന്നെ അക്കാര്യം സ്ഥിരീകരിച്ചു. എൻ്റെ 3 മക്കളും കൊല്ലപ്പെട്ടു, പക്ഷേ രക്തസാക്ഷികളുടെ രക്തവുമായിട്ട് ഞങ്ങൾ പോരാട്ടം തുടരും, ആ തരത്തിൽ ഞങ്ങൾ അടങ്ങിയിരിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇത് സമാധാന ചർച്ചകളെ ബാധിക്കില്ല മക്കൾ കൊല്ലപ്പെട്ടത് എന്നുകൂടി ഇസ്മായിൽ ഹനി പറഞ്ഞിട്ടുണ്ട്. ഇസ്മായിൽ ഹനിക്ക് ഇറാനുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. ഏറ്റവും കൂടുതൽ ആയുധങ്ങളും സൈനിക സഹായവും ഇറാനിൽ നിന്നാണ് ലഭിക്കുന്നത്. എസ് കെ. ഇതിനിടയിലാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡൻ വളരെ ശക്തമായി ഇസ്രായേൽ പ്രധാനമന്ത്രിയെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. യു ആർ ഡൂയിങ് മിസ്റ്റേക്ക് എന്നാണ് പറഞ്ഞത്. വലിയ തെറ്റുകൾ ചെന്ന് ചാടുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. നിങ്ങൾ ഗസയിലേക്ക് സൈനിക സഹായം എത്തിക്കാൻ അനുവദിക്കുന്നില്ല, ഭക്ഷണം എത്തുന്നില്ല, ആൾക്കാർ മരിച്ചു വീഴുന്നു. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ള പിന്തുണയെക്കുറിച്ച് ഞങ്ങൾക്ക് ആലോചിക്കേണ്ടി വരും എന്ന് ഒരു ഭാഗത്ത് ജോ ബൈഡൻ പറയുന്നു. മറുഭാഗത്ത് ഇറാൻ ആക്രമിച്ചാൽ ഞങ്ങൾ ഇടപെടുമെന്നും പറയുന്നുണ്ട്. എന്തായാലും വല്ലാത്ത ഒരു അവസ്ഥയിൽ 6 മാസം കഴിഞ്ഞിട്ടും ഒരു മധ്യസ്ഥ ശ്രമവും ജെയിംസ് ഇറാൻ ആക്രമിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ ഇറാൻ ആക്രമിച്ചാൽ നേരിട്ട് അവിടെ പോയി തിരിച്ചടിക്കുമെന്ന് ഇസ്രായേൽ പറയുന്നുണ്ട്. അപ്പോൾ അതല്ല, ഇറാൻ കൂടി യുദ്ധത്തിൽ ഇടപെട്ടാൽ ഈ യുദ്ധത്തിൻ്റെ ഒരു മാസീവ് സ്വഭാവം മാറും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അപകടം. ഇസ്രായേൽ ഹമാസ് യുദ്ധം ഏതാണ്ട് 6 മാസം പിന്നിടുമ്പോൾ ഒരുപക്ഷെ പശ്ചിമേഷ്യ അല്ലെങ്കിൽ ലോകം മുഴുവൻ നേരിടാൻ പോകുന്ന വല്ലാത്ത ഒരു ഭീതിയും ആശങ്കയും ഇറാനും ഇസ്രായേലും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നുള്ളതാണ്. ഇപ്പോൾ ഇറാൻ പ്രോക്സി യുദ്ധമാണ് നടത്തുന്നത്. ഹമാസ്, ഹെസ്ബുള്ള ലെബനനിൽ, അതുപോലെ തന്നെ ഹൂതികൾ വടക്കൻ യമനിൽ, ഇവർ 3 സ്ഥലത്തു നിന്നായിട്ടാണ് ഇറാൻ്റെ പിന്തുണയോടുകൂടി ആക്രമിക്കുന്നത്. പക്ഷേ ഇറാനെ സിറിയയിലുള്ള കോൺസുലേറ്റ് ആക്രമിച്ച് അവിടുത്തെ 2 ജനറൽമാരടക്കം 10-40 പേരെ കൊലപ്പെടുത്തിയതിലുള്ള വലിയ ക്ഷുഭിതരായിട്ട് നിൽക്കുകയാണ്. ക്ഷോഭത്തിലാണ് ഇറാൻ്റെ പരമാധികാരി ഈദ് സന്ദേശത്തിൽ പറഞ്ഞത്, ഞങ്ങൾ തിരിച്ചടിക്കും. സിറിയയിൽ ഞങ്ങൾ ജനറൽമാരെ, റവല്യൂഷണറി ഗാർഡ്സിൻ്റെ തലവന്മാരെ കൊലപ്പെടുത്തിയതിനുള്ള തിരിച്ചടി ഉടൻ ഇസ്രായേലിനെതിരെ ഉണ്ടാവുമെന്ന് ഇന്നലെയും പറഞ്ഞു. അതിന് മറുപടിയായിട്ട് ഇസ്രായേൽ പറഞ്ഞത്, ഞങ്ങളെ ആക്രമിച്ചാൽ നേരിട്ട് ഇറാനിൽ കയറി ഞങ്ങൾ ആക്രമണം നടത്തും, ഞങ്ങൾ തിരിച്ചടിക്കും. 2 രാഷ്ട്രങ്ങളും പ്രത്യേകിച്ച് ആണവായുധങ്ങളുള്ള രാഷ്ട്രങ്ങളാണ്. അങ്ങനെ യുദ്ധം വന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്നറിയില്ല സ്കെയിൻ. പ്രത്യേകിച്ച് ഇറാന് വലിയ പിന്തുണയുമായിട്ട് ചൈന, റഷ്യ ഒക്കെ രംഗത്ത് അപ്പുറത്തുണ്ട്. ഇപ്പുറത്തെ ഇസ്രായേലിന് അനുകൂലമായിട്ട് അമേരിക്ക എതിർപ്പ് പറഞ്ഞാലും ഇറാൻ ആക്രമിച്ചാൽ അമേരിക്ക നോക്കിയിരിക്കില്ല എന്ന് ജോ ബൈഡനും പറയുന്നു. അപ്പോൾ അമേരിക്ക, യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ വരും, വലിയ പ്രശ്നമാവും എസ്കെയിൻ.
ബിബി, നമ്മുടെ ഈ ന്യൂസ് വീക്കിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു അഭിമുഖം കൊടുത്തിട്ടുണ്ടല്ലോ. അത് അന്തർദേശീയ തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു. മാത്രമല്ല, ഇന്ത്യ ചൈന അതിർത്തി പ്രശ്നവും മറ്റുള്ള പ്രശ്നങ്ങളും എല്ലാം തന്നെ ഉടൻ ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ആ അഭിമുഖത്തിൽ. പക്ഷേ ചൈന ഇപ്പോഴും മൗനം തുടരുന്നു. എസ് കെ അറിയാലോ, ഇന്ത്യയും ചൈനയുമായി കഴിഞ്ഞ 4 വർഷമായിട്ട് വലിയ സംഘർഷമാണ് എന്ന് മാത്രമല്ല 3348 കിലോമീറ്റർ നീളുന്ന ഇന്ത്യ ചൈന അതിർത്തിയിൽ ഇപ്പോഴും 10,000-കണക്കിന് സൈനികർ ഇരുവശത്തും മുഖാമുഖം നിൽക്കുകയാണ്. ഇന്ത്യയുടെ 1000 സ്ക്വയർ കിലോമീറ്റർ ഉള്ളിലേക്ക് ലഡാക്ക് മേഖലയിൽ ചൈന കയറി നിൽക്കുന്നുവെന്നാണ് മുൻ കരസേന അധിപൻ അടക്കമുള്ളവർ പറഞ്ഞത്. അതിന് ഇന്ത്യ ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും വലിയ തരത്തിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സംഘർഷം തുടരുകയാണ്. അരുണാചൽ പ്രദേശിലെ സേല ടണൽ 13,000 അടി ഉയരത്തിൽ ഉള്ള സേനാ ടണൽ ഉദ്ഘാടനം ചെയ്യാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി പോയതിനെ കുറിച്ച് പോലും ചൈന വല്ലാത്ത രീതിയിൽ പ്രതികരിച്ചിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിലാണ് ന്യൂസ് വീക്ക് എന്ന അന്താരാഷ്ട്ര മാഗസിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിമുഖം നൽകിയത്. ഇന്ത്യ ചൈന പ്രശ്നം ഉടൻ പരിഹരിക്കണം, അതിനുള്ള ചർച്ചകൾ വേണം. കാരണം ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരു യുദ്ധത്തിലേക്കോ സംഘർഷത്തിലേക്കോ പോയാൽ അത് ഈ മേഖലയുടെ മാത്രമല്ല ലോകത്തിൻ്റെ മുഴുവൻ സമാധാനത്തെ ബാധിക്കുമെന്നാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞത്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നേരിടുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ നൽകിയ ഒരു അഭിമുഖം എന്ന നിലയിൽ അതിന് പ്രാധാന്യം കൈവന്നിട്ടുണ്ട്. പക്ഷേ ഗ്ലോബൽ ടൈംസിലൂടെയും അവരുടെ വാർത്താ ഏജൻസികളിലൂടെയൊക്കെ പ്രതികരിക്കുന്ന ചൈന അതിനെക്കുറിച്ച് തൽക്കാലം മൗനം പാലിക്കുകയാണ്. പ്രശ്നം പരിഹരിക്കാം എന്ന് പറഞ്ഞതുകൊണ്ട് 30 റൗണ്ട് ചർച്ചകൾ നടന്നു. അത് വിദേശ മന്ത്രാലയത്തിൻ്റെ തലത്തിൽ നടന്നു, സൈനിക തലത്തിൽ നടന്നു. ഒരു തരത്തിലും പ്രശ്നങ്ങൾക്ക് ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, ചൈന കൂടുതൽ പ്രകോപനങ്ങൾ ബംഗ്ലാദേശിൽ കയറി അവർ നേവൽ സെൻറ്റർ സ്ഥാപിച്ചു, മാലദ്വീപിൽ വന്നു, പാകിസ്ഥാനിലെ ഗൊദാറിൽ, അതുപോലെ ശ്രീലങ്കയിലെ ഹമ്പൻതോട്ട പ്രമുഖം ആ തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഉടൻ തന്നെ പരിഹാരം വേണം എന്നുള്ള തരത്തിൽ ഇന്ത്യ നിലപാടെടുത്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു, ബി ജെയിംസ്.